Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ പല വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ ആ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം തന്നെ ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മളിത് വൈറ്റ് കളർ എക്രാലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വൂളൻ ത്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറിലെ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും മതിയാവും കേട്ടോ. പിന്നെ ഒരു കളർ പേപ്പറിൽ നിന്ന് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലായിട്ട് നമ്മുടെ കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു പേപ്പറിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വുളൻ ത്രെഡ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സ്റ്റെം ചെയ്ത് കൊടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ആ ഒരു വുളൻ ത്രെഡ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റെം ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ വുളൻ ത്രെഡ് പീസസ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു വുളൻ ത്രെഡിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ശാഖകളൊക്കെ ഉണ്ടാവില്ലേ സ്റ്റെമ്മിന്, അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് പീസസ് കൂടി നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വുളൻ ത്രെഡ് കുട്ടി കുട്ടി പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിന് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പേഴ്സ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് കളർ പേപ്പറും പിന്നെ യെല്ലോ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കീറിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലവർ. അത്രയേ ഉള്ളൂ പണി, ഭയങ്കര സിമ്പിളാണ്. ഇനി നമ്മൾ ആദ്യം ഒട്ടിച്ചെടുത്തിട്ടുള്ള ചെറിയ വുളൻ ത്രെഡ് പീസസ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഓറഞ്ച് കളർ പേപ്പർ വെച്ചിട്ടും പിന്നെ യെല്ലോ കളർ പേപ്പർ വെച്ചിട്ടും ഒന്ന് ഫ്ലവേഴ്സ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം കളർ യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് അതിനേലും കുറച്ചുകൂടി ഭംഗിയായിട്ട് ഉണ്ടാവാൻ നമ്മൾ ഇതുപോലെ രണ്ട് കളേഴ്സ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഓറഞ്ച് കളർ പേപ്പർ വെച്ചിട്ടുള്ളതാണ് ഒട്ടിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് നമുക്ക് യെല്ലോ കളർ പേപ്പർ വെച്ചിട്ടുള്ളത് ഒട്ടിക്കാം. പിന്നെ നെക്സ്റ്റ് ഓറഞ്ച് കളർ പേപ്പർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്.
ഇനി നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഒരു ബോ കൂടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു ബോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മുടെ ബ്ലൂ കളർ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു ബോ കൂടി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതുകൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്കിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എന്ത് വിഷാണോ എഴുതാനായിട്ടുള്ളത് അത് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എഴുതാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും എഴുതുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.